ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും പറ്റാത്തതും അത് തന്നെയായിരിക്കും. അതിൻ്റെ ഒരു റീസൺ ആയിരിക്കും ഇതും. ആയിരിക്കും. അതിൻ്റെ ഒരു കാരണമാണ് ഇതും. എന്നതാടിയത്? എന്തിനാ? ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ കാലഘട്ടത്തിൽ ചെറിയ വിഷമം പോലും സഹിക്കാൻ പറ്റാത്ത പിള്ളേരാ. അങ്ങനെ പാടില്ല മോളെ. എന്തും നമ്മൾ അതിന് പരിഹാരം ഇപ്പം ഈ ലോകത്തിൽ ഒന്നിനും പരിഹാരം ഇല്ലാണ്ടില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കണം. അതാണ്. അല്ലാതെ ഒറ്റയടിക്ക് ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇല്ല. ഈ ലോകത്ത് എന്തിനാ പരിഹാരം ഇല്ലാത്ത? എല്ലാത്തിനും എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെ. പക്ഷെ അത് ആ പരിഹാരം കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം എടുത്തു എന്ന് ചിന്തിക്കുക. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ചിന്തിക്കുക. മൈൻഡ് കൂളാക്കി ചിന്തിക്കുക. അതാണ് വേണ്ടേ. ഞാനൊക്കെ എന്തോ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ 10 വർഷം മരിക്കാൻ സമയം കഴിഞ്ഞില്ലേ? ഉറപ്പായിട്ട് കേൾക്കുമ്പോൾ തമാശ. എല്ലാവർക്കും നമ്മളൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാല്. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ അതൊക്കെ പറയുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ തരണം ചെയ്ത് എൻ്റെ മൈൻഡിനെ തന്നെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമായിരുന്നു. ബി സ്ട്രോങ് ഒന്നിലും തളരാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സ് ഞാൻ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഒരിക്കലും തളരരുത്, പതറരുത്, ഇടറരുത്. ഇനി പതറത്തില്ല, ഇനി തളരത്തില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ വിജയിച്ചിട്ട് നമ്മൾ ജീവിക്കണം. സൂപ്പറായിട്ട് ജീവിക്കുക. അത്രേ ഉള്ളൂ. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? എൻ്റെ പൊന്നെ, മോളോട് ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർ ഇപ്പം ഞാൻ പറയാം, മരം കൊണ്ടാണ് അവർ പ്ലൈവുഡൊക്കെ കൊണ്ടാണ് അവിടെ വീടുണ്ടാക്കുന്നത്. അവരെ പ്ലൈവുഡ് എങ്ങനെ കൊണ്ടുപോകുന്നറിയാമോ? പുറത്തിങ്ങനെ വെച്ചിട്ട് ഇത്രയും വലിയ മരം പ്ലൈവുഡ് പുറത്ത് വെച്ച് ഇവിടെ ഒരു തുണി കെട്ടി ഇങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്. അതും ഈ മലയൊക്കെ മുകളിൽ കയറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ അവരൊക്കെ എന്തോരം പ്രാവശ്യം മരിക്കേണ്ടതായി. നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, ചായക്ക് മരിക്കാൻ പാടില്ലേ? സത്യം. കാരണം അവരുടെ ജീവിതം കാണും നമ്മളാണ് ഒരു ഇമ്രസാമയായത്. എൻ്റെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോകും നമ്മൾ. ഒന്ന് പോകണം കേട്ടോ എവറസ്റ്റിൽ. ഉറപ്പായിട്ട് പോകണം. പിന്നെ ഒരിക്കലും മരിക്കാൻ തോന്നൂല. സത്യം. നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ കൂടുതൽ എനർജറ്റിക്കായി ജീവിക്കണം തോന്നും അവരത് കണ്ടിട്ട്. അത്ര റിസ്ക്കായിട്ട് അവരവിടെ ജീവിക്കുന്നത്. അത് ഈ തണുപ്പായിരിക്കും വിഷയം അല്ലെങ്കിലും കൂടി. ഈ മല കയറൽ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ. ഈ ഇത്രയും ഭാരം താങ്ങി ഒരു മല കയറുമെന്ന് വെച്ചാൽ എന്ത് റിസ്ക് ആണെന്ന് ആലോചിച്ച് നോക്കി. അവരെന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ജീവിക്കാൻ അല്ലേ. അവരെന്തിനാ അത് കൊണ്ടുപോകുന്നത്? വീടെന്തിനുണ്ടാക്കുക? നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് താമസിച്ചവർക്ക് അപ്പോഴാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്. ആ വരുമാനം കൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ. അപ്പോൾ അവർക്ക് ചിന്തിക്കാൻ പാടില്ലേ, എനിക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ജീവിതം ക്ലോസ്. എന്തെങ്കിലും സംഭവിക്കുമോ ഈ ലോകത്ത്? നമുക്കാർക്ക് അങ്ങനെ ഒരു വീടുണ്ടാവുമോ അവിടെ പോയി താമസിക്കാൻ? ഇല്ലല്ലോ. അപ്പോൾ അവർ ഇത്രയും റിസ്ക് എടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മളെ സ്നേഹിക്കുക ആദ്യം. അവനവനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് തച്ചുടച്ച് കളയരുത് മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പൊന്നെ, എനിക്കൊന്ന് ആലോചിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് ഈ പ്രായത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരാളാണ് ചേച്ചി. അത് 99 വയസ്സിൽ ഇത്രയും സന്തോഷത്തിൽ. പ്രൗഡ് ഓഫ് യു ചേച്ചി. താങ്ക് യു. അപ്പോൾ ചേച്ചി ഇപ്പം വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മക്കള് പുറത്താണ്, വല്ലപ്പോഴൊക്കെ വരും. ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒറ്റയ്ക്കാണ് അടിപൊളി എല്ലായിടത്തും അല്ലേ? ഒറ്റയ്ക്കാണ് നല്ലത്. കാരണം മറ്റുള്ളവർ വേണ്ടെന്നല്ല, വേണം. ബട്ട് നമ്മുടെ ലൈഫ് അങ്ങനെ സാഹചര്യം വന്നാലേ അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നേ. കാരണം അവർക്ക് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല. അവർക്ക് അവിടെ ജോലിയാണ്. പിന്നെ ഇളയ കുട്ടിക്കാണെങ്കിൽ അവിടെ അവന് ജോലിയാണ്. അവർ വല്ലപ്പോഴൊക്കെ വരുന്നു. പിന്നെ ഒരു ആഘോഷത്തിനൊക്കെ വരുന്നു. നമ്മളൊക്കെ അവരെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ജീവിതം വലുതാണ്. എനിക്ക് എൻ്റെ ജീവിതം പോലെ അവർക്ക് അവരുടെ ജീവിതം വലുതാണ്. അവരെ പാട്ടിനൊന്ന് വിട്ടേക്കണം. അല്ലാതെ പറഞ്ഞത് താമസിക്കുമായിരിക്കും. ഞാൻ ഒറ്റക്കാന്ന് മക്കളെ ഇവിടെ താമസിക്കുക പറഞ്ഞാൽ, പക്ഷെ അവരുടെ ലൈഫ് അവർക്ക് പോകുന്നത്. ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ ലൈഫ് കളഞ്ഞു വിളിക്കരുത് നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ബി സ്ട്രോങ്.
ഒറ്റക്കാണോ? ഒറ്റക്ക്. എന്നും ഒറ്റയ്ക്ക്, നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ അല്ലേ? നമ്മുടെ കൂടെ ആരും കാണില്ല. ഇല്ല. എവിടെ പോകാനായാലും അവിടെയൊക്കെ ചോദിക്കും വരുന്നുണ്ടോ? ഇല്ല. ഇല്ലേ വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളും. ആ മെന്റാലിറ്റിയാണ് നമുക്ക്. ശരിക്കും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. പിന്നെ തീർച്ചയായും പഠിക്കണം. ഇപ്പോഴുള്ള എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. ഒരാളില്ലെങ്കിൽ പറ്റില്ല, ഇന്ന ചെറിയ അപ്പുറത്ത് പോകാനായാലും കൂടെ ആരും ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള. അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാവുമെന്ന് ചിന്തിക്കണം. ഇപ്പം മറ്റുള്ളവരുണ്ടായാൽ തന്നെ ഒരു പകുതിക്ക് വെച്ച് അങ്ങ് പോകും. അതെ. പിന്നെ നമ്മൾ എന്നും ഒറ്റക്ക് തന്നെയാണ്. നമ്മുടെ ലൈഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, നമ്മൾ മാത്രം വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? കൂടെയുള്ളവർ ഞാൻ ഈ വഴിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയാൽ നമ്മളൊറ്റക്ക് തന്നെയല്ലേ? ഉറപ്പായിട്ടും. തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. നമ്മളെ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അവിടെയാണ് ജീവിത വിജയം കിടക്കുന്നത്. ലൈഫ് ഈസ് സക്സസ് ആവണം കേട്ടോ. ലൈഫ് ഈസ് എ സക്സസ്ഫുൾ സ്റ്റോറിയാക്കി നമ്മൾ മാറ്റണം. അതാണ് കഴിയുന്നതും. അതാണ് നമ്മളെക്കൊണ്ട്. നമുക്കിപ്പം പറയാൻ പറ്റില്ല, നാളിപ്പം സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നമ്മുടെ മനസ്സിൽ എൻ്റെ ജീവിതം എനിക്ക് സക്സസ് ആക്കിയേ പറ്റൂ എന്ന് നമ്മൾ സ്വയം ഉറപ്പിച്ചങ്ങ് ചിന്തിക്കണം. അപ്പോൾ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടാവും. സത്യം എനിക്കത് നല്ല അനുഭവത്തിലുണ്ടായത്. കാരണം ഒന്നാമത് നമ്മളിപ്പം ജർമ്മൻ, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിക്കലും അറിയാത്ത ഒരാളാണ് അവർ. ഇപ്പം അവരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ഈ ലുക്കളയിലേക്ക് ഞാൻ ദിവസേന തിരിച്ച് ഹോട്ടലിൽ പോകും, പിന്നെ ലുക്കളയിൽ പോകും, പിന്നെ തിരിച്ച് ഹോട്ടലിൽ പോകും. അപ്പം 3-4 ദിവസം എനിക്ക് അങ്ങനെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാണ് സെല്ലേരിലേക്ക് എനിക്ക് വരണം. ആ വഴി എനിക്ക് ഒന്ന് കറങ്ങണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് സംഭവിച്ചു ബിക്കോസ് ഓഫ് യൂണിവേഴ്സ്. അതാണ് നമ്മുടെ ആഗ്രഹം. എന്താണ്? അതിന് ഹെലികോപ്റ്റർ. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം $17,000 കൊടുത്ത് എനിക്ക് 1.25 ലക്ഷം എനിക്ക് ഒറ്റക്ക് പോകുമായിരുന്നു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഒരാൾ ഷെയർ കിട്ടിയിരുന്നെങ്കിൽ ചിന്തിച്ചായിരുന്നു. അപ്പോഴാണ് ആ സമയത്ത് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അത് ആത്മാർത്ഥമായി ആഗ്രഹിച്ച യൂണിവേഴ്സ് ഉണ്ടാവും എന്നുള്ളത് കറക്റ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. മനസ്സിലായില്ലേ? ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കണം, ചിന്തിക്കണം, ആഗ്രഹിക്കണം. അതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും ലൈഫ് ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഉറപ്പായിട്ടും. അപ്പോൾ ചേച്ചി അടുത്ത ആഗ്രഹം ചൈന വൻമതിലിൻ്റെ ചൈന വൻമതിൽ കാണാൻ കുറച്ചും കൂടെ നേരത്തെ കണ്ടതേ ഉള്ളൂ. ഷെറിൻസിൻ്റെ വ്ളോഗ്. ചങ്ങായി ചൈന മതിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ പൊന്നെ ഞാനാണ് അവിടെ നിൽക്കുന്നത് തോന്നിപ്പോയി. ഷെറിന് പറയും ഞാനാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യോ അടിപൊളി. അപ്പോൾ ഇനി എന്തായാലും ചേച്ചീനെ ആ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ ഇടവരട്ടെ. ഇതുപോലെ എവറസ്റ്റ് കയറിയ ആ ഒരു ഫോട്ടോ പോലെ ചൈന വൻമതിലിൻ്റെ ഫ്രണ്ടിൽ നമ്മളുടെ സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരിക്കും. ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ, എനിക്ക് വീണ്ടും ഇവിടെ തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. ചേച്ചി ഇത്രയും നേരം സന്തോഷിച്ച് ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര നല്ലൊരു ഫീൽ കിട്ടിയിട്ടില്ല. അയ്യോ, അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചു. മക്കളെ ആയിക്കോട്ടെ, സന്തോഷം. ആയിക്കോട്ടെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.